വാർത്തകൾ തുടരുന്നു. തിരുവനന്തപുരം തൃക്കണ്ണാപുരത്ത് ആത്മഹത്യ ചെയ്ത ആനന്ദ് കെ തമ്പി ശിവസേന ഉദ്ധവ് വിഭാഗം സ്ഥാനാർത്ഥി. ആനന്ദിന് സ്ഥാനാർത്ഥിയായി ഉദ്ധവ് താക്കറെ വിഭാഗം കഴിഞ്ഞ ദിവസം പ്രഖ്യാപിച്ചിരുന്നു. സമൂഹ മാധ്യമങ്ങളിൽ ശിവസേന തന്നെ ഇത് പങ്കുവച്ചിരുന്നു. എസ് ശാലിനി ചേരുന്നു. ശാലിനി, ആനന്ദ് കെ തമ്പി BJPയുടെ സ്ഥാനാർത്ഥിത്വം ലഭിക്കാത്തതുകൊണ്ട് ആത്മഹത്യ ചെയ്തു എന്ന രീതിയിലാണ് പ്രചരണം നടക്കുന്നത്. ആനന്ദ് ശിവസേന ഉദ്ധവ് വിഭാഗം സ്ഥാനാർത്ഥിയാണ് എന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. എന്താണ് വിശദാംശങ്ങൾ? ശാലിനി, കേൾക്കാമോ? അനിൽ നമ്പ്യാർ, ഇന്ന് വൈകിട്ടോടു കൂടിയാണ് തിരുവനന്തപുരം തൃക്കണ്ണാപുരം സ്വദേശി കൂടിയായ ആനന്ദ് അതിദാരുണമായ ഒരു വാർത്ത തൃക്കണ്ണാപുരത്ത് നിന്ന് വരികയും ചെയ്തത്. ആനന്ദ് ആത്മഹത്യ ചെയ്തു എന്നുള്ളതായിരുന്നു ആ വാർത്ത. മുൻ BJPയുടെ നേതാവാണ്, അവിടുത്തെ പ്രവർത്തകനാണ്, പ്രാദേശിക അംഗത്വമടക്കം ഉണ്ടായിരുന്നു. പക്ഷെ പിന്നീട് അയാൾക്ക് എന്ത് സംഭവിച്ചു എന്നൊരു ചോദ്യമായിരുന്നു ആദ്യഘട്ടത്തിൽ ഉയർന്നത്. പിന്നീട് BJP സ്ഥാനാർത്ഥിത്വം നൽകാത്തതാണ് അത്തരത്തിലൊരു ആത്മഹത്യയിലേക്ക് കാര്യങ്ങൾ പോയതെന്നുള്ളതായിരുന്നു ആദ്യഘട്ട വാർത്തകൾ. പക്ഷേ ഇപ്പോൾ ചില വാർത്തകളും ചില ദൃശ്യങ്ങളും പുറത്തു വരുന്നത്, ആനന്ദ് എന്ന് പറയുന്ന വ്യക്തി കഴിഞ്ഞ ദിവസം BJPയിൽ നിന്നും പാർട്ടി മാറി സ്ഥാനാർത്ഥിത്വം മാറിയതിനു ശേഷം ഉദ്ധവ് താക്കറെ വിഭാഗത്തിൽ, അതായത് ശിവസേനയുടെ ഉദ്ധവ് താക്കറെ വിഭാഗത്തിൽ അംഗമായി ജോയിൻ ചെയ്തിരുന്നു. അതിന് പിന്നാലെ തന്നെ ഉദ്ധവ് താക്കറെ വിഭാഗത്തിന്റെ സ്ഥാനാർത്ഥിയായി ആനന്ദിനെ ഔദ്യോഗികമായി പ്രഖ്യാപിക്കുകയും ചെയ്തിരുന്നു. ഈ ഉദ്ധവ് താക്കറെ വിഭാഗത്തിന്റെ ഔദ്യോഗിക ഫേസ്ബുക്ക് പേജുകളിലും മറ്റുമൊക്കെ ഈ ചിത്രങ്ങൾ, വീഡിയോ ദൃശ്യങ്ങൾ അടക്കമുള്ള കാര്യങ്ങൾ പങ്കുവെക്കുകയും ചെയ്തതാണ്. ഈ സംഭവത്തിൽ ഇപ്പോൾ ഔദ്യോഗികമായി BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ പ്രതികരിച്ചിട്ടുണ്ട്, മുൻ BJP അധ്യക്ഷന്മാർ പ്രതികരിച്ചിട്ടുണ്ട്. ഏതെങ്കിലും തരത്തിലുള്ള വീഴ്ചകൾ ഉണ്ടായിട്ടുണ്ട് എങ്കിൽ അത് പരിശോധിക്കും എന്നുള്ളതാണ്. എന്തായാലും BJPയുടെ മുൻ ജില്ലാ അധ്യക്ഷൻ VV രാജേഷ് ജനം TVയോട് പ്രതികരിച്ചിരുന്നു. അദ്ദേഹം പറഞ്ഞത്, പ്രാഥമികമായി ഈ സ്ഥാനാർത്ഥി പട്ടിക തയ്യാറാക്കുന്നതിന് മുൻപായി ഓരോ പ്രാദേശിക തലങ്ങളിൽ നിന്നും ഓരോ വാർഡുകളിൽ നിന്നും 101 വാർഡുകളാണ് തിരുവനന്തപുരം നഗരത്തിന് മുൻപായി ഓരോ പ്രാദേശിക തലങ്ങളിൽ നിന്നും ഓരോ വാർഡുകളിൽ നിന്നും 101 വാർഡുകളാണ് തിരുവനന്തപുരം നഗരസഭയിലുള്ളത്. ആ 101 വാർഡുകളിൽ നിന്നും പ്രാദേശികമായിട്ടുള്ള നേതാക്കളുടെ പ്രാഥമിക പട്ടിക പാർട്ടിക്ക് ഔദ്യോഗികമായി നൽകാറുണ്ട്. അങ്ങനെ നൽകിയ പ്രാഥമിക പട്ടികയിൽ, അതായത് തൃക്കണ്ണാപുരം മേഖലയിൽ നിന്ന് നൽകിയിട്ടുള്ള പട്ടികയിൽ 3 പേരുടെ പേരുകളായിരുന്നു ഉണ്ടായിരുന്നത്. അതിൽ ആനന്ദിന്റെ പേര് ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. അദ്ദേഹത്തിന് മത്സരിക്കാനായി താല്പര്യം ഉണ്ടായിരുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. പക്ഷേ ഔദ്യോഗികമായി നേതൃത്വത്തിന് മുൻപാകെ എത്തിയിട്ടുള്ള പട്ടികയിൽ ആ ഒരു പേരുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ സ്ഥാനാർത്ഥിത്വം അദ്ദേഹത്തിന് നൽകിയിരുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ ഈ ആത്മഹത്യയിലേക്ക് നയിച്ച കാരണം എന്താണ് എന്ന് കണ്ടെത്തേണ്ടതായിട്ടുണ്ട്. പ്രാദേശിക BJP നേതൃത്വം അന്വേഷണം നടത്തും. BJPയുടെ സംസ്ഥാന ഘടകവും അത്തരത്തിൽ അന്വേഷണം നടത്തുമെന്നുള്ളതാണ് BJPയുടെ മുൻ ജില്ലാ അധ്യക്ഷനും നിലവിലെ കൗൺസിലറൊക്കെ ആയ VV രാജേഷ് ജനം TVയോട് പ്രതികരിച്ചിട്ടുള്ളത്. BJPയുടെ സംസ്ഥാന അധ്യക്ഷനും അത്തരത്തിലുള്ള പ്രതികരണമാണ് നടത്തിയിട്ടുള്ളത്. പ്രത്യേകിച്ച് തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന സാഹചര്യമാണ്. BJPയെ പ്രതിരോധത്തിലാക്കാൻ ഏതെങ്കിലും തരത്തിലുള്ള ശ്രമങ്ങൾ ഇതിന് പിന്നിൽ നടന്നിട്ടുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ പരിശോധിക്കുകയും ചെയ്യുന്നത്. എന്തായാലും പോസ്റ്റ്മോർട്ടം നടപടികളടക്കം പൂർത്തീകരിച്ചതിന് ശേഷം മൃതദേഹം ബന്ധുക്കൾ വിട്ടു നൽകും. എന്തായാലും BJPയുടെ തലയിൽ പഴിചാരിക്കൊണ്ട് രക്ഷപ്പെടാനുള്ള ഒരു ശ്രമം ഇടത് വലത് മുന്നണികൾ ഇപ്പോൾ നടത്തുന്നുണ്ട്. അത് അങ്ങനെയല്ല എന്നുള്ളതാണ് ഈ വീഡിയോ ദൃശ്യങ്ങളിൽ നിന്നും ഒപ്പം തന്നെ ചില ചിത്രങ്ങളിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. BJP അംഗത്വം ഉപേക്ഷിച്ച്, പ്രവർത്തനം ഉപേക്ഷിച്ച് അദ്ദേഹം കഴിഞ്ഞ ദിവസമാണ് ശിവസേന ഉദ്ധവ് താക്കറെ വിഭാഗത്തിന്റെ ഭാഗമായത്. ശേഷം സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിക്കുകയും പ്രചരണം ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് ഈ ദൃശ്യങ്ങളിൽ നിന്നടക്കം മനസ്സിലാക്കുകയും ചെയ്യുന്നത്. അനിൽ നമ്പ്യാർ. തിരുവനന്തപുരം തൃക്കണ്ണാപുരത്ത് ജീവനൊടുക്കിയ ആനന്ദ് കെ തമ്പി ശിവസേന ഉദ്ധവ് വിഭാഗം സ്ഥാനാർത്ഥി. ആനന്ദിന് BJP സ്ഥാനാർത്ഥിത്വം നൽകാത്തത് കൊണ്ടാണ് ആത്മഹത്യ ചെയ്തത് എന്ന പ്രചരണം ഉണ്ടായിരുന്നു. അത് തെറ്റാണെന്നാണ് തിരുവനന്തപുരത്ത് നിന്ന് ശാലിനി റിപ്പോർട്ട് ചെയ്യുന്നത്.